ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. പക്ഷെ അതിനേക്കാളും നല്ലത് വെറുതെ നമ്മൾ ചായ കുടിക്കില്ലേ, 4 മണിക്ക് ചായ കുടിക്കില്ലേ, ആ ചായ കുടിക്കുമ്പോൾ ഇതൊരു ബൗള് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വറുത്തതും പൊരിച്ചതും ഒന്നും വേണ്ട, ഇത് മതി, നല്ല സ്വാദാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം കേട്ടോ. ആയിട്ട് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കുക. പിന്നെ ഇത്ര നികക്കെയുള്ള വെള്ളം കേട്ടോ, കുറേ വെള്ളം ഒഴിക്കണ്ട. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. അപ്പോൾ എത്ര ഗ്രീൻ പീസ് എടുക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വെള്ളം നികക്കി ഒഴിച്ചാൽ മതി. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ വന്നിട്ട് സിമ്മിൽ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ വെള്ളമൊക്കെ ഇത്രയായിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട് കേട്ടോ. വേവും അതെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഓരോ ഗ്രീൻ പീസിന് വേവൊക്കെ പലതരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇത്ര വെന്താൽ മതി, വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതിലുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് കുത്തിപ്പൊടിച്ച മുളകാണ്, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ പെരിഞ്ജീരകവും കുരുമുളകുമാണ് കേട്ടോ, അതൊന്ന് ചതച്ചിട്ട് എടുത്താൽ മതി, കുത്തിപ്പൊടിച്ചാലും മതി. ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. അതും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ, മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. ഇനി എരിവുള്ള മുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇത് മൊരിഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ഗ്രീൻ പീസ് അതിലിട്ട് കൊടുത്തു. ഗ്രീൻ പീസ് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി റെഡിയായി. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ചായയുടെ കൂടെ കഴിക്കാൻ വേറെ നമ്മൾ വറവൊന്നും ഉണ്ടാക്കണ്ട. ഇത് അങ്ങനെ ഒരു സ്നാക്കായിട്ട് പോലും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ കഴിക്കാം, നല്ല സ്വാദുണ്ട്. വെറുതെ കഴിക്കാൻ സൂപ്പറാണ്. ഒരു ഗ്ലാസ് ചായയും ഇതൊരു ബൗളും മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ബൈ.